കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ് 12 അക്കൗണ്ടൻസിയിലെ ചാപ്റ്റർ 2 അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്സ്, ഈ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. കഴിഞ്ഞ പാഠഭാഗത്ത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. തുടർന്നുള്ള 4 പാഠങ്ങൾ പാർട്ട്ണർഷിപ്പുകളുടെ അക്കൗണ്ട് തയ്യാറാക്കുന്നതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ വർഷം നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് കൺസേൺസിൻ്റെ അഥവാ ഏകാംഗ വ്യാപാര സ്ഥാപനങ്ങളുടെ കണക്കുകൾ തയ്യാറാക്കുന്നതിനെക്കുറിച്ച് വിശദമായിട്ട് കണ്ടു. എന്നാൽ അതിൽ നിന്നും ചില വ്യത്യാസങ്ങൾ പാർട്ട്ണർഷിപ്പിൻ്റെ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നതിലുണ്ട്. കാരണം ഒന്നിലധികം വ്യക്തികൾ പാർട്ട്നേഴ്സായി ചേർന്നുകൊണ്ടാണ് ഇത്തരം ബിസിനസ്സുകൾ നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് കൺസേൺസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങൾ പാർട്ട്ണർഷിപ്പിൻ്റെ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നതിലുണ്ട്. തുടർന്നുള്ള 4 പാഠങ്ങളിലും പാർട്ട്ണർഷിപ്പ് ഫേംസിൻ്റെ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് കാണുന്നത്. പാർട്ട്ണർഷിപ്പിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിൽ പാർട്ട്ണർഷിപ്പിൻ്റെ അടിസ്ഥാനപരമായ ചില ആശയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്സ്. ഈ ചാപ്റ്റർ ആദ്യമായിട്ട് നമ്മൾ എന്താണ് പാർട്ട്ണർഷിപ്പ് എന്നാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം വിശദമായിട്ട് നമ്മൾ പാർട്ട്ണർഷിപ്പിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സിനെ കുറിച്ചും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. അവയൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ശ്രമിക്കുന്നത്. ഒരു പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് നമുക്ക് ഏറെ സുപരിചിതമാണ്. When 2 or more persons join hands to set up a business and share its profits and losses, they are called partnerships. 2 അതിലധികമോ വ്യക്തികൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ലാഭനഷ്ടങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് ആരംഭിക്കുന്നതിനാണ് പാർട്ട്ണർഷിപ്പ് അഥവാ പങ്കാളിത്ത ബിസിനസ് അല്ലെങ്കിൽ പങ്കാളിത്ത സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. And we know the persons who have entered into partnership with one another are individually called partners and collectively called firm. പാർട്ട്ണർഷിപ്പിൽ അംഗങ്ങളായിട്ടുള്ള വ്യക്തികളെ അല്ലെങ്കിൽ ആരൊക്കെ ചേർന്നാണോ പാർട്ട്ണർഷിപ്പ് ആരംഭിക്കുന്നത് അവരെ ഇൻഡിവിജ്വലായിട്ട് പാർട്ട്നേഴ്സ് എന്നും മൊത്തത്തിൽ ഫേം എന്നും വിശേഷിപ്പിക്കുന്നു. വ്യക്തിഗതമായിട്ട് പാർട്ട്നേഴ്സ് എന്ന് വിളിക്കുമ്പോൾ അവരുടെ ആ കൂട്ടായ്മയാണ് സ്ഥാപനമായിട്ട് വളരുന്നത്. സോ ദേ ആർ കളക്റ്റീവ്ലി കോൾഡ് ഫേം. എ പാർട്ട്ണർഷിപ്പ് ഫേം ഹാസ് നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അപ്പാർട്ട് ഫ്രം ദ പാർട്ട്നേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ഇറ്റ്. കഴിഞ്ഞ വർഷം നമ്മൾ കാണുകയുണ്ടായി, പാർട്ട്ണർഷിപ്പിന് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഇല്ല. കമ്പനികൾ പോലെ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉള്ളവയല്ല പാർട്ട്ണർഷിപ്പുകൾ. സോ എ പാർട്ട്ണർഷിപ്പ് ഫേം ഹാസ് നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അപ്പാർട്ട് ഫ്രം ദ പാർട്ട്നേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ഇറ്റ്. പാർട്ട്നേഴ്സ് മാറുമ്പോൾ ആ ഫേം അവിടെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു, അല്ലെങ്കിൽ ആ സ്ഥാപനം പുനഃസംഘടിപ്പിക്കേണ്ടതായിട്ട് വരുന്നു. അതായത് ഒരു പാർട്ട്ണറുടെ മരണമോ റിട്ടയർമെൻറ്റോ അല്ലെങ്കിൽ ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോഴൊക്കെ നിലവിലുള്ള ആ പാർട്ട്ണർഷിപ്പ് അവസാനിക്കുകയും പുതിയൊരു എഗ്രിമെൻറ്റോടുകൂടി ബിസിനസ് തുടരുകയും വേണ്ട സാഹചര്യമുണ്ട്. അതായത് പാർട്ട്നേഴ്സിൻ്റെ മാറ്റങ്ങൾ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നുണ്ട്. സോ എ പാർട്ട്ണർഷിപ്പ് ഹാസ് നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി apart from the partners constituting it. പാർട്ട്ണർഷിപ്പിൻ്റെ നിർവചനം കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഒന്നുകൂടി റിവൈസ് ചെയ്യുക. സെക്ഷൻ 4 ഓഫ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932, 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിൻ്റെ സെക്ഷൻ 4 പാർട്ട്ണർഷിപ്പിൻ്റെ നിർവചനം നൽകിയിരിക്കുന്നത്. റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് എ ബിസിനസ് carried on by all or any of them acting for all. കഴിഞ്ഞ വർഷം തന്നെ
നമ്മൾ മനഃപ്പാഠമാക്കിയ നിർവചനമാണിത്. റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് എ ബിസിനസ് carried on by all or any of them acting for all. വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ്. രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള റിലേഷനാണ് അവിടെയുള്ളത്. അവർ ഒരു ബിസിനസ്സിൻ്റെ ലാഭം ഷെയർ ചെയ്യാമെന്ന് സമ്മതിക്കുന്നു, പരസ്പരം എഗ്രി ചെയ്യുന്നു. എഗ്രിഡ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് എ ബിസിനസ്. ഇനി ബിസിനസ് എങ്ങനെയാണ് നടത്തുന്നത്? ക്യാരിഡ് ഓൺ ബൈ ഓൾ or any of them acting for all. Any of them acting for all. ആരെങ്കിലും ഒരാൾ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാം, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് ബിസിനസ് നടത്താം. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ടോ മറ്റുള്ളവർക്ക് വേണ്ടി ആരെങ്കിലും ചിലർ മാത്രമോ ബിസിനസ് നടത്തിക്കൊണ്ട് അതിൻ്റെ ലാഭനഷ്ടങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നതാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നിർവചനം എല്ലാവരും മനസ്സിലാക്കുക. റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ്, വ്യക്തികൾ തമ്മിലുള്ള റിലേഷനാണ്. ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് എ ബിസിനസ്. ബിസിനസ്സിന് ലാഭം ഷെയർ ചെയ്യാമെന്ന് അവർ എഗ്രി ചെയ്യുന്നു. ഇനി ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യുന്നത് എനി ഓഫ് ദം ഓർ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. എല്ലാവരും കൂടെ ചേർന്ന് ബിസിനസ് നടത്തുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ചിലർ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടാണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പാർട്ട്ണർഷിപ്പിൻ്റെ ഈ നിർവചനത്തിൽ നിന്നും പാർട്ട്ണർഷിപ്പിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാം. സോ നെക്സ്റ്റ് അബൌട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ ഈസ് ടു ഓർ മോർ പേഴ്സൺസ്. ഇൻ ഓർഡർ ടു ഫോം എ പാർട്ട്ണർഷിപ്പ് ദർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 2 persons coming together for a common goal. At least 2 persons are required to form a partnership business. ഒരു പൊതുലക്ഷ്യത്തിന് വേണ്ടി രണ്ടോ അതിലധികം വ്യക്തികൾ ചേർന്നിട്ടാണ് ഒരു പാർട്ട്ണർഷിപ്പ് രൂപീകരിക്കുന്നത്. സോ ദ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഈസ് 2. വി ഓൾ നോ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം ഈസ് 2. 2 വ്യക്തികളാണ് മിനിമം വേണ്ടത്. ദെൻ ദ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഈസ് നൗ ലിമിറ്റഡ് ടു 50. ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ മാക്സിമം നമ്പർ 50 ആണ്. കമ്പനീസ് ആക്ട് 2013 ചേഞ്ചസ് വന്നത്. 2013 കമ്പനി നിയമത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് പാർട്ട്ണർഷിപ്പിൻ്റെ മാക്സിമം മെമ്പേഴ്സിൻ്റെ ലിമിറ്റ് തീരുമാനിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. കേന്ദ്ര ഗവൺമെൻറ് സമയാസമയങ്ങളിൽ ആ മാക്സിമം നമ്പറിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ബട്ട് ഇറ്റ് ഷുഡ് ബി ലിമിറ്റഡ് ടു 100 എന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. ഒരു കാരണവശാലും 100 അധികരിക്കാൻ പാടില്ല. മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ എ ഫേം കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. 2013 കമ്പനി നിയമം ഭേദഗതി ചെയ്തപ്പോൾ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന മാറ്റമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് ആണ് അധികാരം നൽകിയിരിക്കുന്നത്. അത് മാക്സിമം 100 കൂടാൻ പാടില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്ന മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 50 പാർട്ട്നേഴ്സ് ആണ്. സോ ദ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഈസ് നൗ ഫിക്സ്ഡ് ആസ് 50. 50 പരമാവധി ഒരു പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സായിട്ട് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത്. ദ സെക്കൻഡ് ഫീച്ചർ ഓഫ് പാർട്ട്ണർഷിപ്പ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എഗ്രിമെൻറ്റ്. പങ്കാളിത്ത സ്ഥാപനങ്ങൾ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വരുന്നവയാണ്. പാർട്ട്ണർഷിപ്പ് ഈസ് ദ റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more persons to share the profits and losses of a business. ഒരു ബിസിനസ്സിൻ്റെ ലാഭനഷ്ടങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിലാണ് ഒരു പാർട്ട്ണർഷിപ്പ് രൂപീകൃതമാകുന്നത് അല്ലെങ്കിൽ നിലവിൽ വരുന്നത്. സച്ച് ആൻ എഗ്രിമെൻറ്റ് മേ ബി ഐദർ ഇൻ ഓറൽ ഓർ റിട്ടൺ ഫോം. ആ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് എഴുതപ്പെട്ടതാവാം, അല്ലെങ്കിൽ വാക്കാലുള്ളതായാലും മതി. ഇറ്റ് മേ ബി ഓറൽ, വാക്കാലുള്ളതോ, അല്ലെങ്കിൽ റിട്ടൺ ആയിട്ടുള്ളത് എഴുതപ്പെട്ടതോ ആവാം. In order to avoid disputes, it is preferred that the partners have a written agreement. വാക്കാലുള്ള കരാറായാലും മതി, എന്നാൽ എഴുതപ്പെട്ട കരാറുകളാണ് എപ്പോഴും അഭികാമ്യം. കാരണം ഫ്യൂച്ചർ ഡിസ്പ്യൂട്ടുകൾ അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവിടെ എഴുതപ്പെട്ട കരാറുകൾ ആവശ്യമാണ്.
അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് നിലവിൽ വരുന്നത് ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്. സോ എ പാർട്ട്ണർഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ ആൻ എഗ്രിമെൻറ്റ്. ആൻഡ് തേർഡ്ലി എൻഗേജ്മെൻറ്റ് ഇൻ ബിസിനസ്. ഏതെങ്കിലും ഒരു ബിസിനസ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒന്നായിരിക്കണം പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അല്ലെ, പാർട്ട്ണർഷിപ്പ് എന്ന് പറയണമെങ്കിൽ അവരൊരു ബിസിനസ് ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യുന്നതായിരിക്കണം. ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പാർട്ട്ണർഷിപ്പ് രൂപീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ദ എഗ്രിമെൻറ്റ് ഷുഡ് ബി ടു ക്യാരി ഓൺ സം ബിസിനസ്. ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു എഗ്രിമെൻ്റ് ആയിരിക്കണം. മിയർ ഓണർഷിപ്പ് ഓഫ് എ പ്രോപ്പർട്ടി ഡസ് നോട്ട് അക്കൗണ്ട് ടു പാർട്ട്ണർഷിപ്പ്. മിയർ ഓണർഷിപ്പ് ഓഫ് എ പ്രോപ്പർട്ടി കനോട്ട് ബി ട്രീറ്റഡ് ആസ് എ പാർട്ട്ണർഷിപ്പ്. ഒന്നിലധികം വ്യക്തികൾ ചേർന്നിട്ട് ഒരു പ്രോപ്പർട്ടീസ്, ഒരു ലാൻഡഡ് പ്രോപ്പർട്ടി ഓൺ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ വാങ്ങി അവരവിടുത്തെ ആദായം എടുക്കുന്നു, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനം അവർ ഷെയർ ചെയ്യുന്നു. അതിനെ ഒരിക്കലും പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കാൻ സാധിക്കില്ല. ഇഫ് ദ എൻഗേജ്ഡ് ഇൻ ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് പ്രോപ്പർട്ടീസ് ഫോർ പ്രോഫിറ്റ് ഇറ്റ് ബിക്കംസ് എ പാർട്ട്ണർഷിപ്പ്. എന്നാൽ നേരെ തിരിച്ച് ആ പ്രോപ്പർട്ടി വാങ്ങി വിറ്റുകൊണ്ട് അവർ ലാഭമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊരു ബിസിനസ്സായിട്ട് മാറുന്നു. അതിനെ നമുക്കൊരു പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കാൻ സാധിക്കും. അല്ലാതെ കുറച്ച് പേർ ഷെയർ ചെയ്തുകൊണ്ട് ഒരു പ്രോപ്പർട്ടി വാങ്ങി ആ പ്രോപ്പർട്ടി നോക്കി നടത്തുന്നു, അതിൽ നിന്നുള്ള വരുമാനം അവർ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ആ വരുമാനം അവർ ഷെയർ ചെയ്യുന്നു എന്ന് കരുതിയിട്ട് അവിടെ അതിനെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയാൻ സാധിക്കില്ല. നേരെ തിരിച്ച് പ്രോപ്പർട്ടി വാങ്ങി വിറ്റുകൊണ്ട് ഒരു ബിസിനസ്സാണ് അവർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കണമെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്തിരിക്കണം. ദെൻ ഫോർത്തിലി സ്പീക്കിംഗ്, ദർ ഷുഡ് ബി മ്യൂച്വൽ ഏജൻസി ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു ഏജൻസി റിലേഷൻഷിപ്പ് ഉണ്ട്. ദ ബിസിനസ് മേ ബി ക്യാരിഡ് ഓൺ ബൈ ഓൾ പാർട്ട്നേഴ്സ് ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. നിർവചനത്തിൽ നമ്മൾ കണ്ടതാണ്. എല്ലാവരും കൂടെ ചേർന്ന് ബിസിനസ് നോക്കി നടത്തുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഏതാനും ചില പാർട്ട്നേഴ്സ് മാത്രമായിട്ട് ബിസിനസ് കാര്യങ്ങൾ നോക്കി നടത്തുകയോ ചെയ്യാം. സോ എവറി പാർട്ട്ണർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കണ്ടക്ട് ഓഫ് ദ അഫയേഴ്സ് ഓഫ് ഇറ്റ്സ് ബിസിനസ്. ദർ എക്സിസ്റ്റ് എ റിലേഷൻഷിപ്പ് ഓഫ് മ്യൂച്വൽ ഏജൻസി ബിറ്റ്വീൻ ഓൾ ദ പാർട്ട്നേഴ്സ്. അപ്പോൾ എല്ലാ പാർട്ട്നേഴ്സും ബിസിനസ് കാര്യങ്ങൾ നോക്കി നടത്തണമെന്നില്ല. അവിടെ പാർട്ട്നേഴ്സ് തമ്മിലൊരു മ്യൂച്വൽ ഏജൻസി റിലേഷൻഷിപ്പാണ് നിലനിൽക്കുന്നത്. ഒരു ഏജൻറ്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പാണ്. അതായത് ഏതെങ്കിലും ഒരു പാർട്ട്ണർ സ്ഥാപനത്തിന് വേണ്ടി കാര്യങ്ങൾ നിർവഹിക്കുന്നത് എല്ലാ പാർട്ട്നേഴ്സിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പാർട്ട്ണറുടെ പ്രവർത്തനങ്ങൾക്ക് മറ്റെല്ലാ പാർട്ട്നേഴ്സിനും ബാധ്യസ്ഥരായി മാറുന്നു. അപ്പോൾ ഒരു ഏജൻറ്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പാണ്. അതായത് ഒരു ഏജൻറ്റ് ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങൾക്കും പ്രിൻസിപ്പൽ ബാധ്യസ്ഥനാകുന്നത് പോലെ ഒരു പാർട്ട്ണർ എന്ത് കാര്യം ബിസിനസ്സിന് വേണ്ടി ചെയ്താലും, ബിസിനസ് പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ ചെയ്താലും മറ്റു പാർട്ട്നേഴ്സിനും കൂടി അതിന്മേൽ ഉത്തരവാദിത്വമുണ്ടല്ലെങ്കിൽ അതിൽ ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ മ്യൂച്വൽ ഏജൻസി റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകത. സോ ദർ ഷുഡ് ബി മ്യൂച്വൽ ഏജൻസി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. ദെൻ ഫിഫ്ത്ത്ലി, ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. ലാഭനഷ്ടങ്ങൾ ഷെയർ ചെയ്യണമെന്നുള്ളത്. എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് മസ്റ്റ് ബി ടു ഷെയർ പ്രോഫിറ്റ്സ് ഓഫ് ദ ബിസിനസ്. നിർവചനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു ബിസിനസ്സിൻ്റെ ലാഭം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം അവിടെ പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത്. ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ഒരു പ്രധാനപ്പെട്ട എലമെൻ്റാണ് പാർട്ട്ണർഷിപ്പിനെ സംബന്ധിച്ച്. അതിൻ്റെ ഏറ്റവും പ്രധാന ഒരു പ്രത്യേകതയാണ് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. ദ ഷെയറിംഗ് ഓഫ് ലോസ് ഈസ് ഇംപ്ലൈഡ് ഇൻ ദ ഡെഫിനിഷൻ. നിർവചനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ നഷ്ടമുണ്ടായാലും തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യേണ്ടതുണ്ട്. നഷ്ടം ഷെയർ ചെയ്യുന്നതിനെക്കുറിച്ച് ആ ഡെഫിനേഷനിൽ ഇംപ്ലൈഡ് ആയിട്ട് പറയുന്നു, സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. കാരണം നമ്മളൊരു ബിസിനസ് നടത്തുന്ന നഷ്ടത്തിന് വേണ്ടിയല്ലല്ലോ, ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരു ബിസിനസ് ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ആ നിർവചനത്തിൽ നഷ്ടത്തിനെക്കുറിച്ച് പ്രത്യേകമായിട്ടൊന്നും പറയാത്തത്. അപ്പോൾ നഷ്ടമുണ്ടായാലും ഷെയർ ചെയ്യേണ്ടതുണ്ട്. ആ ഷെയറിംഗ് ഓഫ് ലോസ് എന്ന് പറയുന്നത് ആ നിർവചനത്തിൽ ഒരു ഇംപ്ലൈഡ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നേ ഉള്ളൂ. ആൻഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസസ് ആർ ടു ബി ഷെയർഡ് ഈക്വലി.
എഗ്രിമെൻറ്റിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ലാഭനഷ്ടങ്ങൾ എങ്ങനെ ഷെയർ ചെയ്യണമെന്ന് ആ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയെക്കുറിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും തുല്യമായിട്ട് ലാഭനഷ്ടങ്ങൾ വീതിക്കണമെന്നാണ് പറയുന്നത്. സോ ഇൻ ദ ആബ്സെൻസ് ഓഫ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസസ് ആർ ടു ബി ഷെയർഡ് ഈക്വലി എമംഗ് ദം. ദെൻ സിക്സ്തിലി അൺലിമിറ്റഡ് ലയബിലിറ്റി. അക്ലിപ്ത ബാധ്യതയാണ് പാർട്ട്നേഴ്സിന് സാധാരണഗതിയിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഉള്ളത്. കഴിഞ്ഞ വർഷം നിങ്ങൾ അൺലിമിറ്റഡ് ലയബിലിറ്റിയെക്കുറിച്ച് പഠിച്ചതാണ്. ചില പാർട്ട്നേഴ്സിന് ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ളൂ എന്നും പഠിക്കുകയുണ്ടായി. എങ്കിലും പൊതുവിൽ പറയുകയാണെങ്കിൽ പാർട്ട്നേഴ്സിന് ലയബിലിറ്റി അൺലിമിറ്റഡ് ആണെന്ന് പറയാൻ സാധിക്കും. ദ ലയബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഈസ് അൺലിമിറ്റഡ്. എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? The private assets can also be used for paying off the firm's debts. Unlimited liability എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിൻ്റെ കടബാധ്യതകൾ വീട്ടാൻ വേണ്ടിയിട്ട് പാർട്ട്നേഴ്സിൻ്റെ സ്വകാര്യ സ്വത്തുക്കൾ കൂടി ബാധ്യസ്ഥമാണ് എന്നുള്ളതാണ്. പാർട്ട്നേഴ്സിന് അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അവരുടെ സ്വകാര്യ സ്വത്തുക്കൾ കൂടി ബിസിനസ്സിൻ്റെ കടങ്ങൾ വീട്ടാൻ വിനിയോഗിക്കേണ്ടതായിട്ട് വരും. ബിസിനസ്സിൻ്റെ സ്വത്തുവകൾ കൊണ്ട് കടങ്ങൾ വീട്ടാൻ കഴിയുന്നില്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ സ്വകാര്യ സ്വത്തുക്കൾ കൂടി ബാധ്യസ്ഥമാണ്. സ്ഥാപനത്തിൻ്റെ കടങ്ങൾ വീട്ടുന്നതിന് പാർട്ട്നേഴ്സിൻ്റെ സ്വകാര്യ സ്വത്തുക്കൾ കൂടി ബാധ്യസ്ഥമാണെന്നുള്ളതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോറോവർ, ദ ലയബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സ് ആർ ഓൾസോ ജോയിൻ്റ് ആൻഡ് സെവറൽ. പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ജോയിൻ്റ് ആൻഡ് സെവറൽ ലയബിലിറ്റിയാണ് പാർട്ട്ണർഷിപ്പിലുള്ളത്. ജോയിൻറ്റ് മീൻസ് കളക്റ്റീവ് ലയബിലിറ്റിയാണ്. എല്ലാവരും കൂടെ ചേർന്നിട്ട് ബിസിനസ്സിൻ്റെ കടങ്ങൾ വീട്ടാൻ ബാധ്യതയുള്ളപ്പോൾ അതേസമയത്ത് ഇൻഡിവിജ്വലായിട്ടുള്ള സെവറൽ ലയബിലിറ്റി, അല്ലെ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. അതായത് ഏതെങ്കിലും ഒരു പാർട്ട്ണർ പാപ്പരായി മാറി അല്ലെങ്കിൽ കടങ്ങൾ വീട്ടാൻ അവർക്കതിനുള്ള ശേഷി ഇല്ലാതെ വരികയാണെങ്കിൽ ഒരു പാർട്ട്ണർ തനിച്ചാണെങ്കിലും അവിടെ മുഴുവൻ കടങ്ങളും വീട്ടാൻ ബാധ്യസ്ഥനാണ്. അതാണ് സെവറൽ ലയബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ഇൻഡിവിജ്വലായിട്ടുള്ള ലയബിലിറ്റി ഉണ്ട് എന്ന് പറയുന്നത്. സോ ദ ലയബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സ് ആർ ഓൾസോ ജോയിൻ്റ് ആൻഡ് സെവറൽ. കൂട്ടുത്തരവാദിത്തമുണ്ട്, അതേസമയത്ത് എന്താണ് വ്യക്തിപരമായിട്ടും കടങ്ങൾ വീട്ടാനുള്ള ഉത്തരവാദിത്തമുണ്ട്. മറ്റുള്ളവർക്ക് കടങ്ങൾ വീട്ടാനുള്ള പൊസിഷൻ ഇല്ല എങ്കിൽ, അതിന് കഴിയുന്നില്ല എങ്കിൽ ഏതെങ്കിലും പാർട്ട്ണർ തനിച്ചാണെങ്കിലും സ്ഥാപനത്തിന് കടങ്ങൾ വീട്ടാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ലയബിലിറ്റി ഒരേ സമയത്ത് ജോയിൻ്റ് ആണ്. കളക്റ്റീവ് ലയബിലിറ്റി ഉണ്ട്, ഇൻഡിവിജ്വൽ ലയബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ സെവറൽ ലയബിലിറ്റി ഉണ്ട് എന്ന് പറയുന്നത്. സോ ദീസ് ഓൾ ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ഇവയെല്ലാം കഴിഞ്ഞ വർഷം നമ്മൾ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ വിശദമായിട്ട് ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും ആ കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്തത് എന്ന് മാത്രം. ദെൻ നെക്സ്റ്റ് അബൌട്ട് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡുകളെക്കുറിച്ചും കഴിഞ്ഞ വർഷം ഏതാനും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാർട്ട്ണർഷിപ്പ് ഡീഡിനെ കുറിച്ച് നമ്മൾ ഇവിടെയും ചർച്ച ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് എ പാർട്ട്ണർഷിപ്പ് ഡീഡ്? പങ്കാളിത്ത കരാർ അല്ലെങ്കിൽ പങ്കാളിത്ത പ്രമാണം, പാർട്ട്ണർഷിപ്പ് ഡീഡ്. We know the written agreement between partners in a firm is called partnership deed. എഴുതപ്പെട്ട കരാറുകൾക്കാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. നമ്മൾ കാണുകയുണ്ടായി, പാർട്ട്ണർഷിപ്പ് ആരംഭിക്കുന്നത് ഒരു എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിലാണ്. ആ എഗ്രിമെൻ്റ് ഓറലായാലും മതി, നിയമപ്രകാരം ഒരു എഗ്രിമെൻ്റ് വേണമെന്നേ ഉള്ളൂ. ആ എഗ്രിമെൻ്റ് വാക്കാലുള്ളതായാലും മതി. എന്നാൽ റിട്ടൺ എഗ്രിമെൻ്റ് ആണ് കൂടുതൽ ഇൻസിസ്റ്റ് ചെയ്യുന്നത്. കാരണം ഫ്യൂച്ചർ ഡിസ്പ്യൂട്ട്സ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ, പിന്നീടുണ്ടാകുന്ന അഭിപ്രായ ഭിന്നതകൾ ഒഴിവാക്കണമെങ്കിൽ തീർച്ചയായിട്ടും റിട്ടൺ ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള എഴുതപ്പെട്ട പ്രമാണങ്ങൾ ആവശ്യമാണ്. അത്തരത്തിലൊരു എഴുതപ്പെട്ട പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിനാണ് എന്ത് പറയുക, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് വിശേഷിപ്പിക്കുക, അല്ലെ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ എഴുതപ്പെട്ട പാർട്ട്ണർഷിപ്പ് കരാറാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ റിട്ടൺ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. ഇറ്റ് കണ്ടെയ്ൻസ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്പോൺ വിച്ച് ദ ബിസിനസ് ഓഫ് ദ ഫേം ഈസ് ക്യാരിഡ് ഔട്ട്. ആ ബിസിനസ്സിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിരിക്കും പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടാവുക.
The clauses of partnership deed can be altered with the consent of all the partners. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് എല്ലാ പാർട്ട്നേഴ്സിൻ്റെ അനുമതിയോടുകൂടി, അല്ലെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും സമ്മതിക്കുകയാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്ത് മാറ്റങ്ങളും ഉൾപ്പെടുത്താൻ കഴിയും. ആൻഡ് അഗെയിൻ ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി ബി സ്റ്റാമ്പ്ഡ് ആൻഡ് പ്രിഫറബിളി ബി രജിസ്റ്റേർഡ് വിത്ത് ദ രജിസ്ട്രാർ ഓഫ് ഫേംസ്. മുദ്രപത്രങ്ങൾ എഴുതിയതായിരിക്കണം, വേണ്ട വിലയ്ക്കുള്ള മുദ്രപത്രത്തിൽ എഴുതിയതായിരിക്കണം ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഫോർമാറ്റ് നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചിരിക്കും. പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ ഒരു സാമ്പിൾ നൽകിയിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. അപ്പോൾ അത് മുദ്രപത്രത്തിൽ എഴുതിയതാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രോപ്പർലി സ്റ്റാമ്പ്ഡ് ആയിരിക്കണം, വേണ്ട വിലയ്ക്കുള്ള മുദ്രപത്രത്തിൽ എഴുതിയായിരിക്കണം. ആൻഡ് ഓൾസോ പ്രിഫറബിളി രജിസ്റ്റേർഡ് വിത്ത് രജിസ്ട്രാർ ഓഫ് ഫേംസ്. രജിസ്ട്രാർ ഓഫ് ഫേംസിൻ്റെ അടുത്ത് രജിസ്റ്റർ ചെയ്തിരിക്കണം. നിർബന്ധമല്ല. നമുക്കറിയാം പാർട്ട്ണർഷിപ്പിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓപ്ഷണലാണ്, നിർബന്ധമല്ല. തുടർന്ന് പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ കണ്ടൻസ് അഥവാ ഉള്ളടക്കം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്ലി നെയിംസ് ആൻഡ് അഡ്രസ് ഓഫ് ദ ഫേം ആൻഡ് ഇറ്റ്സ് മെയിൻ ബിസിനസ്. സ്ഥാപനത്തിൻ്റെ പേരും അഡ്രസ്സും ആൻഡ് ഓൾസോ ഇറ്റ്സ് മെയിൻ ബിസിനസ്. എന്ത് തരം ബിസിനസ്സാണ് അവർ ചെയ്യുന്നതെന്ന് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കാണിക്കണം. ദെൻ സെക്കൻഡ്ലി നെയിം ആൻഡ് അഡ്രസ്സസ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്. എല്ലാ പാർട്ട്നേഴ്സിൻ്റെ പേരും അഡ്രസ്സും ഡീഡിൽ ഉൾക്കൊള്ളിക്കണം. ദെൻ തേർഡ്ലി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ടു ബി കോൺട്രിബ്യൂട്ടഡ് ബൈ ഈച്ച് പാർട്ട്ണർ. എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഓരോ പാർട്ട്നേഴ്സും ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന മൂലധന തുക എത്രയാണെന്ന് ഡീഡിൽ സൂചിപ്പിക്കാം. ദെൻ ദ അക്കൗണ്ടിങ് പീരീഡ് ഓഫ് ദ ഫേം, അക്കൗണ്ടിങ് പീരീഡ്. ദെൻ നെക്സ്റ്റ് അബൌട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോ, ലാഭനഷ്ടങ്ങൾ വിഭജിക്കുന്ന അനുപാതം ഏതാണ്. ദെൻ നെക്സ്റ്റ് അബൌട്ട് ദ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് ഏത് ഡേറ്റിലാണ് ആരംഭിച്ചത്, ദ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ദെൻ റൂൾസ് റിഗാർഡിംഗ് ഓപ്പറേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്. ഏതൊക്കെ പാർട്ട്നേഴ്സിനാണ് ചെക്ക് ഡ്രോ ചെയ്യാനുള്ള അവകാശം, അങ്ങനെയുള്ള ബാങ്ക് അക്കൗണ്ട് മാനേജ് ചെയ്യുന്നതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഡീഡിൽ കാണിക്കാം. ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ലോൺ, ഡ്രോവിങ്സ് എക്സെട്ര. മൂലധന പലിശ, അതോടൊപ്പം തന്നെ പാർട്ട്നേഴ്സ് സ്ഥാപനത്തിലേക്ക് നൽകുന്ന ലോണുകൾക്ക് നൽകേണ്ട പലിശ, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ഡ്രോവിങ്സിനുള്ള പലിശ എന്നിവയൊക്കെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ സൂചിപ്പിക്കാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ഓൾസോ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആൻഡ് അഗെയിൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്. ദെൻ സാലറീസ്, കമ്മീഷൻ എക്സെട്ര ഇഫ് പേയബിൾ ടു ദ പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കുന്നതിനെക്കുറിച്ച്, സാലറിയോ കമ്മീഷനോ കൊടുക്കുന്നതിനെക്കുറിച്ച് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ സൂചിപ്പിക്കാം. ആൻഡ് ഓൾസോ മോഡ് ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിൻമെൻറ്റ്. ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ആൻഡ് അഗെയിൻ ദ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഈച്ച് പാർട്ട്ണർ. ഓരോ പാർട്ട്നേഴ്സിൻ്റെയും അവകാശങ്ങൾ എന്തൊക്കെയാണ്, ചുമതലകൾ എന്തൊക്കെയാണ്, ബാധ്യതകൾ എന്തെല്ലാമാണ്, ആ കാര്യങ്ങൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ സൂചിപ്പിക്കാവുന്നതാണ്. ആൻഡ് അഗെയിൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ലോസ് എറൈസിങ് ഔട്ട് ഓഫ് ഇൻസോൾവൻസി ഓഫ് വൺ ഓർ മോർ പാർട്ട്നേഴ്സ്. ഏതെങ്കിലും പാർട്ട്നേഴ്സ് പാപ്പരായി തീർന്നാൽ, ഇൻസോൾവൻസി ഉണ്ടാകുകയാണെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം എങ്ങനെ കണക്കിലെടുക്കാം എന്നുള്ള കാര്യമാണ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉൾക്കൊള്ളിക്കേണ്ട മറ്റൊരു കാര്യം. ആൻഡ് അഗെയിൻ സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓൺ ഡിസൊല്യൂഷൻ ഓഫ് ഫേം. സ്ഥാപനം അടച്ചുപൂട്ടുന്ന സമയത്ത്, ഡിസൊല്യൂഷൻ, സ്ഥാപനം ക്ലോസ് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറയാം. ആൻഡ് അഗെയിൻ റൂൾസ് ടു ബി ഫോളോവഡ് ഇൻ കേസ് ഓഫ് അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. പുതിയൊരു പങ്കാളിയെ സ്ഥാപനത്തിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ, അല്ലെങ്കിൽ നിലവിലുള്ളൊരു പങ്കാളി വിരമിക്കുമ്പോൾ അല്ലെങ്കിൽ മരണപ്പെടുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ആൻഡ് അഗെയിൻ മെത്തേഡ് ഓഫ് സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് എമംഗ് പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സ് തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടായാൽ അതെങ്ങനെ സെറ്റിൽ ചെയ്യാം, സെറ്റിൽമെൻറ്റ് ഏത് രീതിയിലാണ് എന്നുള്ളത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ സൂചിപ്പിക്കാവുന്നതാണ്. സോ ദീസ് ഓൾ ആർ ദ മേജർ കണ്ടൻസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഈ കണ്ടൻസ്
മറ്റേത് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല, പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഏത് പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഇനി ഏതെങ്കിലും കാര്യം പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ, ഇത്തരം കാര്യങ്ങൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആക്റ്റിലെ പൊതുവ്യവസ്ഥകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ആക്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബാധകമാക്കണ്ട എങ്കിൽ ആ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കണം. സോ പാർട്ട്ണർഷിപ്പ് ഡീഡാണ് ഏറ്റവും ബേസ്. പാർട്ട്ണർഷിപ്പ് ഡീഡിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരണമായിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ആ ഡീഡിൽ പറയാത്ത കാര്യങ്ങൾക്ക് മാത്രമേ നിയമത്തിലെ പൊതുവ്യവസ്ഥകൾ ബാധകമായിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആക്ടിലെ പ്രൊവിഷൻസ് ബാധകമാകുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഒരു കാര്യം പറയുന്നില്ല എങ്കിൽ മാത്രമാണ്. സോ ദീസ് ഓൾ ആർ ദ മേജർ contents of partnership deed. Then next about the provisions of Partnership Act relevant for accounting. അപ്പോൾ നമ്മൾ കണ്ടു, പ്രധാനപ്പെട്ട വ്യവസ്ഥകളൊക്കെയും പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കും. എന്നാൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആക്ടിലെ 1932 പാർട്ട്ണർഷിപ്പ് ആക്ടിലെ പൊതുവ്യവസ്ഥയായിരിക്കും ബാധകമായിട്ടുള്ളത്. അപ്പോൾ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട നിയമത്തിലെ പൊതുവ്യവസ്ഥകളെക്കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. സോ ഫസ്റ്റ്ലി അബൌട്ട് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ലാഭനഷ്ടങ്ങൾ വീതിക്കുന്നതിനെക്കുറിച്ച്. നോർമലി നമുക്കറിയാം ലാഭനഷ്ടങ്ങൾ വീതിക്കുന്ന റേഷ്യോ ഡീഡിൽ പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ പറഞ്ഞിട്ടില്ല എങ്കിൽ നിയമത്തിൽ എന്താണ് പറയുന്നത്? ഇഫ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഈസ് സൈലന്റ് അബൌട്ട് ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ദ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഓഫ് ദ ഫേം ആർ ടു ബി ഷെയർഡ് ഈക്വലി ബൈ പാർട്ട്നേഴ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഇൻ ദ ഫേം. ഇപ്പോൾ തുല്യമായിട്ട് ലാഭനഷ്ടങ്ങൾ വീതിക്കണമെന്നാണ് നിയമത്തിൽ പറയുന്നത്. അവിടെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നോക്കിയിട്ടല്ല, ക്യാപിറ്റലിന് ആനുപാതികമായിട്ടല്ല പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത്. നിയമത്തിലെ വ്യവസ്ഥ തുല്യമായിട്ട് ലാഭനഷ്ടങ്ങൾ വീതിക്കണമെന്നാണ്. എന്നാൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പ്രത്യേകമായിട്ട് റേഷ്യോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അനുപാതത്തിലായിരിക്കണം ലാഭനഷ്ടങ്ങൾ വീതിക്കേണ്ടത്. എന്നാൽ പ്രത്യേകമായിട്ട് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറയുന്നില്ലെങ്കിൽ മാത്രം ഈക്വൽ ആയിട്ടാണ് ലാഭനഷ്ടങ്ങൾ വീതിക്കേണ്ടത്. ദെൻ സെക്കൻഡ്ലി അബൌട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് നിയമത്തിൽ പറയുന്നത് എന്താണ്? മൂലധന പലിശ പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ടതുണ്ടോ? നോ പാർട്ട്ണർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ക്ലെയിം എനി ഇൻട്രസ്റ്റ് ഓൺ ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഹിം ഇൻ ദ ഫേം ആസ് എ മാറ്റർ ഓഫ് റൈറ്റ്. അപ്പോൾ പാർട്ട്നേഴ്സിന് അതിന് അവകാശമില്ല, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ലഭിക്കാനുള്ള അർഹതയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ലഭിക്കണമെങ്കിൽ ബന്ധപ്പെട്ട പ്രൊവിഷൻ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം. ആ റേറ്റ് വെച്ച് മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ലഭിക്കുകയുള്ളൂ. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും തന്നെ പ്രതിപാദിച്ചിട്ടില്ലെങ്കിൽ പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ലഭിക്കാനുള്ള അവകാശമില്ല. എന്നാൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും മതിയായ ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നൽകേണ്ടതുള്ളൂ എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദെൻ തേർഡ്ലി സ്പീക്കിംഗ് അബൌട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്. ഡ്രോവിങ്സിന് പാർട്ട്നേഴ്സിൽ നിന്നും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണമോ? നോ ഇൻട്രസ്റ്റ് ഈസ് ടു ബി ചാർജ്ഡ് ഓൺ ദ ഡ്രോവിങ്സ് മെയ്ഡ് ബൈ ദ പാർട്ട്നേഴ്സ് ഇഫ് ദർ ഈസ് നോ മെൻഷൻ ഇൻ ദ ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പാർട്ട്നേഴ്സിൽ നിന്നും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ചാർജ് ചെയ്യാൻ പാടില്ല എന്നാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് പാർട്ട്നേഴ്സിൽ നിന്നും ചാർജ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ ഫോർത്തിലി അബൌട്ട് ദ ഇൻട്രസ്റ്റ് ഓൺ ലോൺ. സ്ഥാപനത്തിലേക്ക് ക്യാപിറ്റലിനുപരിയായിട്ട് ലോണ് പാർട്ട്നേഴ്സ് കൊടുക്കാറുണ്ട്. പാർട്ട്നേഴ്സിൽ നിന്നും സാമ്പത്തിക സഹായം അല്ലെങ്കിൽ ലോണുകൾ സ്വീകരിക്കാറുണ്ട്. അത്തരത്തിൽ പാർട്ട്നേഴ്സ് സ്ഥാപനത്തിലേക്ക് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പലിശ കൊടുക്കേണ്ടതുണ്ടോ? ലോണാണ്. അപ്പോൾ നമുക്കറിയാം നോർമലി ഏത് ലോണാണെങ്കിലും അതിന് നോർമലായിട്ടൊരു പലിശയുണ്ട്. അപ്പോൾ നിയമത്തിൽ എന്താണ് പറയുന്നത്? ഇഫ് എനി പാർട്ട്ണർ ഹാസ് അഡ്വാൻസ്ഡ് ലോൺ ടു ദ ഫേം ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ്, ഹി ഓർ ഷീ ഷാൽ ബി എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ആൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എമൗണ്ട് അറ്റ് ദ റേറ്റ് ഓഫ് 6% per annum. 6% പ്രതിവർഷം പലിശ നൽകാനാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് പാർട്ട്നേഴ്സ് സ്ഥാപനത്തിലേക്ക് ലോണായിട്ട് എന്തെങ്കിലും ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ലോണായിട്ട് എന്തെങ്കിലും തുക നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിവർഷം 6% പലിശ കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ അതിൽ കൂടുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വേണമെങ്കിൽ അത് പ്രത്യേകമായിട്ട് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കണം.
എന്നാൽ ഒരു കാര്യം കൂടെ നമുക്കറിയാം, നഷ്ടമാണെങ്കിൽ പോലും, ബിസിനസ്സിന് നഷ്ടമാണെങ്കിൽ പോലും ഇൻട്രസ്റ്റ് ഓൺ ലോൺ കൊടുത്തേ മതിയാകുകയുള്ളൂ. ആ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ അബൌട്ട് ദ ഇൻട്രസ്റ്റ് ഓൺ ലോൺ 6% പെർ ആനം എന്നാണ് നിയമത്തിൽ പറയുന്നത്. ദെൻ ഫിഫ്ത്ത്ലി അബൌട്ട് ദ റെമ്യൂണറേഷൻ ഫോർ ഫേംസ് വർക്ക്. No partner is entitled to get salary or other remuneration for taking part in the conduct of business of the firm unless there is a provision for the same in the partnership deed. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ സാലറിയോ കമ്മീഷനോ പോലെയുള്ള റെമ്യൂണറേഷൻ പാർട്ട്നേഴ്സിന് അർഹതയുള്ളൂ. അല്ലാതെ നിയമത്തിൽ പറയുന്നത് പാർട്ട്നേഴ്സിന് സാലറിയോ മറ്റു റെമ്യൂണറേഷനോ അർഹതയില്ല, ബിസിനസ് കാര്യങ്ങൾ നോക്കി നടത്തുന്നതിൻ്റെ പേരിൽ ഒരു പ്രതിഫലവും പറ്റാൻ പാർട്ട്നേഴ്സിന് അർഹതയില്ല എന്നാണ് നിയമത്തിൽ പറയുന്നത്. അപ്പോൾ പാർട്ട്നേഴ്സിന് സാലറിയോ കമ്മീഷനോ ബിസിനസ്സിൻ്റെ നടത്തിപ്പിൻ്റെ പേരിൽ ലഭിക്കണമെങ്കിൽ റെലവൻറ്റ് ക്ലോസ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം. സോ ദാറ്റ് അബൌട്ട് ദ റെമ്യൂണറേഷൻ ഓഫ് ഫേംസ് വർക്ക്. അപ്പോൾ ഇത്തരം പ്രൊവിഷൻസ് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം പ്രോബ്ലത്തിൽ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നില്ലെങ്കിൽ നിയമത്തിലെ പൊതുവ്യവസ്ഥകളായിരിക്കും ബാധകമായിട്ടുള്ളത്. അപ്പം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്ന അവസരങ്ങളിൽ ഈ 5 കേസസ് വളരെ ശ്രദ്ധയോടെ നോക്കേണ്ടതുണ്ട്. കാരണം ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ നിയമത്തിലെ പൊതുവ്യവസ്ഥകളായിരിക്കും ബാധകമായിട്ടുള്ളത്. അതായത് ചിലപ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നിങ്ങൾക്ക് ലഭ്യമായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈക്വലായിട്ട് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നു എന്ന് അനുമാനിക്കണം. അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ചോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സിനെ കുറിച്ചോ പറയുന്നില്ലെങ്കിൽ അത് പരിഗണിക്കേണ്ടതില്ല. അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് സാലറിയോ കമ്മീഷനോ പറയുന്നില്ല എങ്കിൽ അത് പരിഗണിക്കേണ്ട ആവശ്യമില്ല. അല്ലെ ഇൻട്രസ്റ്റ് ഓൺ ലോണ് പറഞ്ഞിട്ടില്ല എങ്കിൽ തന്നെയും എന്താണ് 6% ഇൻട്രസ്റ്റ് ഓൺ ലോൺ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമത്തിലെ പൊതുവ്യവസ്ഥകൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, അതായത് പ്രത്യേകിച്ചും ക്യാപിറ്റൽ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യാം. നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഓൾ.